ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻ. ഇറ്റ്സ് മീ ഷുഹൈദ് സിയാം. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 10 ചാപ്റ്റർ 5 അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ എക്സസൈസ് 5.3 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ഫൈൻഡ് ദ സംസ് ഗിവൺ ബിലോ. താഴെ തന്നുള്ള അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ സമ്മ് കാണണം. അപ്പോൾ ഞാനതിൽ ഫസ്റ്റത്തെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ കോമൺ ഡിഫറൻസ് ഫസ്റ്റ് നമ്മളുടെ 7, 10.5, 40 എന്ന് പറയുന്നതിൻ്റെ കോമൺ ഡിഫറൻസ് കാണുകയാണ്. 10.5 നിന്നും 7 മൈനസ് ചെയ്യണം. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണ് കോമൺ ഡിഫറൻസ്. സോ സെക്കൻഡ് ടേം ആയ 10.5 നിന്നും ഫസ്റ്റ് ടേം ആയ 7 മൈനസ് ചെയ്യണം. 10.5 നിന്നും 7 പോയാൽ എത്ര കിട്ടുക? 3.5 ആണ് കിട്ടുക അല്ലേ? അതേപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ടേം 7 ആണ് ആൻഡ് ലാസ്റ്റ് ടേം 84 ആണ്. ലാസ്റ്റ് ടേം കാണാനുള്ള ഇക്വേഷൻ എന്താ? a plus n minus 1 into d equal to 84. a നമുക്കറിയാം 7 ആണ്, d നമുക്കറിയാം 3 1/2 ആണ്. ഞാനതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. n നമുക്കറിയില്ല, കണ്ടുപിടിക്കണം. ഇനി ഈ 3 1/2 ഞാനൊന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷനെ ചേഞ്ച് ചെയ്യുക? ഡിനോമിനേറ്ററിലോട്ട് മൾട്ടിപ്ലൈ അഥവാ 3 into 2 plus 1. അപ്പോൾ 7/2 എന്ന് കിട്ടും. ഓക്കെ, ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ്? n into 7/2 മൈനസ് 1 into 7/2 ചെയ്യണം. എന്നിട്ട് ഫ്രാക്ഷണൽ നമ്പറൊക്കെ വരും. നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാതെ നമുക്കിതിനെ ചെയ്യാം. ഓക്കെ, രണ്ട് രീതിയിൽ നമുക്കിത് ചെയ്യാം കേട്ടോ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തും ചെയ്യാം, ചെയ്യാതെയും ചെയ്യാം. നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ ആദ്യം ഈ +7 ഇപ്പുറത്തോട്ട് കൊണ്ടുപോകും. പ്ലസിൻ്റെ അപ്പുറത്തുള്ളത് ഓരോ ടേം ആണല്ലോ. അപ്പോൾ ഈ +7 ഇപ്പുറം പോകുമ്പോൾ എന്താവും? -7 ആവും. അപ്പോൾ n-1 into 7/2 into 84 - 7 77 എന്ന് കിട്ടും. ഇനി ഈ ഇൻറ്റു 7/2 അപ്പുറത്തോട്ട് കൊണ്ടുപോവുക. ഇൻറ്റു 7/2 ഇൻറ്റു പോകുമ്പോൾ ഡിവിഷനാണ് ആവുക. പക്ഷെ 7/2 പോകുമ്പോൾ എന്താവും? 2/7 ആവും. ശരിക്കും 7 ഇൻറ്റു പോകുമ്പോൾ ഡിവിഷൻ ആണല്ലോ വരിക, അഥവാ 7/2 ഡിനോമിനേറ്ററിലോട്ട് വരും. അപ്പോൾ ഫ്രാക്ഷണൽ നമ്പർ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവും. 2/7 എന്താവും? 7/2 എന്താവും? 2/7 ആവും. കണ്ടോ? അതായത് 2 ഡിവൈഡ് ആണ്, അതിപ്പുറം വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. 7 മൾട്ടിപ്ലിക്കേഷൻ ആണ്, അതിപ്പുറം വരുമ്പോൾ ഡിവിഷൻ ആവും. ഇനി ഈ 77 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 11 എന്ന് കിട്ടും. 11. ദെൻ 11 into 2 എന്ന് പറഞ്ഞാൽ 22 ആണ്. ദെൻ 22 ഈ -1 ഇപ്പുറം വരുമ്പോൾ +1 ആവും. ദെൻ 22 + 1 എത്രയാ? 23. അപ്പോൾ n-ൻ്റെ വാല്യൂ കിട്ടിയ എത്രയാ? 23. n കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സമ്മ് കാണാമല്ലോ. n/2 into a plus l. n എന്ന് പറഞ്ഞാൽ 23. അപ്പോൾ 23/2 into a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, അത് 7 ആണ്. ലാസ്റ്റ് ടേം 84 ആണ്. 84ലോട്ട് 7 കൂട്ടുമ്പോൾ നമുക്ക് 91 കിട്ടും. ദെൻ 23/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11.5 ആണ്. ദെൻ 91 എവിടെ 91 150 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അഥവാ 150 into 91 ചെയ്യണം. 1 5s are 5s 1 1 9 5 45 5 ശിഷ്ടം 4 വരും. 9 4 13 3 ശിഷ്ടം 1 9 9 10 5 6 4 0 1 ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. സോ 1046.5 പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പറാണ്. അപ്പോൾ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടുമ്പോൾ 1046.5 എന്ന് കിട്ടും. ഇതാണ് ഇതിൻ്റെ സമ്മ് വരിക. ഓക്കെ, ദെൻ നമ്മൾ രണ്ടാമത്തെ ടേം എടുക്കുകയാണ്. 34 32 30 അഥവാ 34 32 30 എന്ന് പറയുന്നത് നമുക്ക് കോമൺ ഡിഫറൻസ് കാണാം. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണ് കേട്ടോ. 34 32 മൈനസ് ചെയ്ത് വെക്കരുത്. 34 32 മൈനസ് ചെയ്യരുത്. സെക്കൻഡ് ടേം ആയ 32 നിന്നും 34 മൈനസ് ചെയ്യണം. സോ 32 - 34 32 34 പോകുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം 34 - 32 2 കിട്ടും. എന്നിട്ട് വലുതിൻ്റെ ചിഹ്നമായ നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് -2. ആൻഡ് ഫസ്റ്റ് ടേം 34, ലാസ്റ്റ് ടേം 10 ആണ്. ലാസ്റ്റ് ടേം കാണാനുള്ള ഇക്വേഷൻ a plus n - 1 into d. a 34 ആണ്, d -2 ആണ്. ഞാനിവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഫ്രാക്ഷൻ ഒന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. 2 into -2 -2n -1 into -2 ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. n into -2 n പോസിറ്റീവ് ആണ്, ഇത് മൈനസ് ആണ്. അപ്പം ആൻസർ മൈനസ് ആകും. സോ -2n. ഇത് നെഗറ്റീവ് ആണ്, ഇതും നെഗറ്റീവ് ആണ്. രണ്ട് നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആകും, അതുകൊണ്ട് +2.
ഓക്കെ, 34ലോട്ട് 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 36 മൈനസ് 2n ഈക്വൽ ടു 10. ഇനി മൈനസ് 2n ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു, അപ്പോൾ അത് പ്ലസ് 2n ആയി. 10 ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു, അപ്പോൾ അത് മൈനസ് 10 ആയി. 36 മൈനസ് 10 26. അപ്പോൾ 2n ഈക്വൽ ടു 26. ഇനി ഈ 2 ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവരികയാണ്. ഇതിവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇപ്പുറം വരുമ്പോൾ എന്താവും, ഡിവിഷൻ ആകും. 26/2 നമുക്ക് 13 എന്ന് കിട്ടും. ഓക്കെ, ദെൻ സം ഈക്വൽ ടു n/2 ഇൻറ്റു a പ്ലസ് എൽ. n 13 ആണ്, സോ 13/2 ഇൻറ്റു 34 പ്ലസ് 10. 34ലോട്ട് 10 കൂട്ടിയാൽ 44. ദെൻ 44ൻ്റെ പകുതി, 44നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. 44ൻ്റെ പകുതിയാണ് 22. ദെൻ 13 ഇൻറ്റു 22 ചെയ്യണം. 22 ഇൻറ്റു 13, 1 3 3 23 6, ഓ 2 2. വീണ്ടും അതേ നമ്പർ തന്നെ, 23 6, ഓ 2 2. ആഡ് ചെയ്യുമ്പോൾ 6 6 7 8 വരും, 2 1 3 വരും. സോറി, ഇവിടെ റിമൈൻഡർ ഇല്ല. ഓക്കെ, 6 2 8, 2 1 ഇല്ല, വെറും 2 ഉള്ളൂ കേട്ടോ. 286 അല്ലേ, 6 6 2 8, പിന്നെ 2 286 വരും. ദെൻ ലാസ്റ്റ് വൺ -5 -8 -11 എന്ന് പറഞ്ഞു പോകുന്ന അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. ഫസ്റ്റ് ഡി കാണാം. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അവിടെ എഴുതിയിട്ടില്ല, ശരിക്കും ശ്രദ്ധിച്ചോളാം മക്കളെ. എവിടെ നോക്കിക്കോട്ടോ, സെക്കൻഡ് ടേമായ -8ൽ നിന്നും മൈനസ് ചെയ്യണം ആരെ, ഫസ്റ്റ് ടേമായ -5ന്. എങ്ങനെയാ, സെക്കൻഡ് ടേം -8 മൈനസ് ഫസ്റ്റ് ടേം -5. 2 negative are together, it become positive. So -8 plus 5. Large number -8 ആണ്. സോ 8ൽ നിന്നും 5 പോയാൽ നമുക്ക് 3 കിട്ടും. ഓക്കെ, സോ 8ൽ നിന്നും 5 പോയാലും 3 കിട്ടും. വലുതിൻ്റെ ചിഹ്നം മൈനസ്, സോ -3. ഇവിടെ എ ഫസ്റ്റ് ടേം -5. അപ്പോൾ ഡി കാണുന്ന ഇവിടെ ചെയ്തിട്ടുണ്ട്. -8 മൈനസ് -5, ഞാനിപ്പോൾ ചെയ്ത പോലെ തന്നെ പ്ലസ് ആകും, -3. ഇനി ലാസ്റ്റ് ടേം -230 ആണ്. എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. എ ഫസ്റ്റ് ടേം ദാറ്റ് ഈസ് -5 ആണ്. ഡി -3 ആണ്. വൺസ് അഗെയിൻ ഐ എം ഓപ്പണിംഗ് ദ ബ്രാക്കറ്റ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. സോ n ഇൻറ്റു -3 -3n -1 ഇൻറ്റു -3 പ്ലസ് 3. വാട്ട് ഈസ് -5 പ്ലസ് 3? -2. ഓക്കെ, ഒന്ന് -5 ആണ്, ഒന്ന് +3 ആണ്. വലുതിൽ നിന്നും ചെറുത് കുറക്കണം. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ആൻഡ് ഗിവ് ദ സൈൻ ഓഫ് ലാർജ് നമ്പർ. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ 5 and 3 is 2. ലാർജ് നമ്പർ 5, ഇറ്റ്സ് നെഗറ്റീവ്. -3n ഈക്വൽ ടു -230. ഇനി ഈ -3n ഇങ്ങോട്ടും കൊണ്ടുവരും, -230 ഇങ്ങോട്ടും കൊണ്ടുവരും. അപ്പോൾ മൈനസ് എന്താവും, പ്ലസ് ആവും. സോ -2 + 230 -3n + 3n ആവും. -2 + 230, 230ൽ നിന്നും 2 പോണം, ദാറ്റ് ഈസ് 228. ഡിവൈഡർ ഇനി ഇപ്പുറം 3നെ അപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഡിവൈഡർ ബൈ 3 എന്ന് വരും. ഇനി 228നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 7 3s are 21. സബ്ട്രാക്ട് ചെയ്യും, 1 8, ദെൻ 6 3s are 18, 0. സോ 76. അപ്പോൾ നമുക്ക് n കിട്ടിയ എത്രയാ, 76. ഇനി നമുക്ക് സമ്മ് കാണാലോ. n ആയി, ഫസ്റ്റ് ടേം ആയി, ലാസ്റ്റ് ടേം ആയി. സോ n/2 ഇൻറ്റു a പ്ലസ് എൽ. 76/2 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ -5, ഇറ്റ്സ് -230. ഓക്കെ, ദെൻ 76/2 എന്ന് പറയുന്നത് 38 ആണ്. 76ൻ്റെ പകുതി, 76ൻ്റെ പകുതി 38 38, 8 8 16, 3 3 6 7. -5 -230. രണ്ടും നെഗറ്റീവ് നമ്പറാണ്. സംഖ്യകൾ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. സോ 230 + 5 235, ബോത്ത് ആർ നെഗറ്റീവ്, സോ ദ ആൻസർ ഈസ് നെഗറ്റീവ്. ഇനി 235നെ 38 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 8 5 40, 5 8s are 40, റിമൈൻഡർ 4. 24 4 28, 8 ഇഷ്ടം 2 വരും. 2 8s are 16, 18. ഓക്കെ, ദെൻ 3 5s are 15, റിമൈൻഡർ 1. 3 3s are 9 + 1 10, റിമൈൻഡർ 1. 2 3s are 6 + 1 7, 0. 8 2 13, 13 ഇഷ്ടം 1 വരും. 8 1 9, 7 1 8. ഓക്കെ,
മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നെഗറ്റീവ് ആയാൽ ആൻസറും നെഗറ്റീവ് ആവും. സോ -8,930 ഇതാണ് -76 നമ്പറിൻ്റെ സം വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ സമ്മ് കാണാനുള്ള ഇക്വേഷൻ SN = n/2 × a + l വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തത്. നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ലാസ്റ്റ് ടേം കാണാനുള്ള ഇക്വേഷനായ an = a + n - 1 × d വെച്ചുകൊണ്ട് n കണ്ടു. അതിനുശേഷം നമ്മൾ SN = n/2 × a + l ചെയ്തു. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ?